നീ റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. Yeah, I'm getting ready. ഏയ് നിക്ക്. നിക്കാനാ പറഞ്ഞത്. ചുമ്മാ ഒരു പബ്ലിക് പ്ലേസാ, വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. അല്ലേലും വൃത്തിയോടൊന്നും കാണിക്കണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ? ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. No. ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ? ഇത് ചുമ്മാ വേഷം കിട്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ഹേയ്, കൊണ്ട് മീന. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് ഇറങ്ങട്ടെ. എന്റെ ദേവി, ഈ അറബിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി നീ കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് എന്നല്ല ഞാൻ ഇന്നിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്ന് അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേരാളൊരു സംഭവം. വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുപോന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MD നീ വെളിയിലായിരിക്കും പഠിക്കുക. Oh my God! വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലം. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചത് നിങ്ങൾ തന്നേക്ക്. പറഞ്ഞു പറ്റിക്കരുത് കേട്ടോ. ആനിമോളെ, ഈ കൊച്ചത് എന്തെടുക്കുവാ? ആഹാ മോളെ, TV ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പപ്പ വരുമ്പോ നിന്നെ വിളിക്കാം. കുറച്ച് നേരം കൂടെ കാണട്ടെ മമ്മി. പപ്പ ഇപ്പൊ വരും, വന്നിട്ട് ഞാൻ കിടന്നോളാം. ഈ കൊച്ചിന്റെ ഒരു കാര്യം. 12 മണിയായെന്ന് തോന്നുന്നു. എത്ര ദിവസം ആന്റിയെ കണ്ടിട്ട്? ഇവിടെ എല്ലാരും പറയുന്നു അങ്കിളിനെ ആന്റിയും കാണുന്നില്ലെന്ന്. അതും പറഞ്ഞ് ഇവിടെ എല്ലാരും കരച്ചില്ല.
അങ്കിൾ എവിടെ ആന്റി? അങ്കിള് വെളിയിലുണ്ട്. മോള് വാ, നമുക്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോവാം. അങ്കിൾ എവിടെ? ഈ രാത്രി മോളെങ്ങനെ ഇവിടെ വന്നു? എന്താ മോളെ? മോളെ എന്തു പറ്റി? ലൂസി ആന്റി എന്നെ തള്ളി താഴെ ഇട്ടിട്ട് പൊക്കളഞ്ഞു. ലൂസി ആന്റിയോ? മോള് വല്ല സ്വപ്നം കണ്ടതാവും. അല്ല, ലൂസി ആന്റി എന്നെ കടിച്ചു. ദേ. കടിച്ചോ? ഇതെങ്ങനെ പാടുവന്നു ഈ കഴുത്തില്? കരയണ്ട, മോള് വാ. ആ പിന്നെ മഞ്ഞൾ തേച്ച കുറെ നേരം ഇരിക്കണം കേട്ടോ. ഉടനെ കുളിച്ചേക്കരുത്. ഞാൻ ആങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാം. അതെ അപ്പച്ചി, എന്താ ആ വാതില് ശരിക്കും അടച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി തുറന്ന് കേറി വരും. എങ്ങനെയൊക്കെ അടച്ചാലും തള്ളി തുറന്ന് കേറുന്നവൻ കേറിയിരിക്കും. ഗുരുവായൂരപ്പ, ഇത് എങ്ങനെ ഇതിനകത്ത് വന്നു? ഇറങ്ങി പോ കേട്ടോ, ഞാൻ മഞ്ഞൾ തേച്ചിരിക്കാം. മഞ്ഞൾ തേച്ച ശരീരം എനിക്ക് വലിയ ഇഷ്ടമാ. മഞ്ഞളിന്റെ മണവും. പിന്നെ മണപ്പിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. ദേ ഞാനിപ്പോ അച്ഛനെ വിളിക്കും കേട്ടോ. എന്താ വിളിക്ക്? ശ്ശെ, വേണ്ട രാജു, ദേഹം മുഴുവൻ മഞ്ഞളാവും. അച്ഛാ, ഞാൻ കുളിക്കാൻ മഞ്ഞൾ തേച്ചിരിക്കാ. ദേ, എന്നെ ചൂടാക്കരുത് കേട്ടോ. എന്നെയും ചൂടാക്കരുത്. ഒന്ന് പോകുന്നുണ്ടോ? രാജുവിന്റെ അമ്മ ഇപ്പൊ കയറി വരും. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോയിക്കോളാം. അതെന്ത് കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു വില്യം ഡിസൂസയുടെ കാര്യം? ആ, അദ്ദേഹം നമുക്കിന്നൊരു പാർട്ടി തരുവാ. നമുക്കോ? അതിനെന്തിനാ എന്നെ കൂട്ടുന്നത്? ഞാനെന്ന് പറഞ്ഞ പിന്നെ നീയും ഇല്ലേ അതില്? വൈകിട്ട് 6 മണിക്ക് സീബ്രീസ് ഹോട്ടലിൽ ചെല്ലണം. രാത്രി 8 മണിക്ക് തിരിച്ചു പോരാം. അയ്യോ, രാത്രിയിലോ? പിന്നെ അച്ഛനെന്നെ വിടത്തില്ല. നിന്റെ ഏതെങ്കിലും കൂട്ടുകാരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാന്ന് പറഞ്ഞാ മതി മോളെ. നിന്നെയും കൂടി ചെല്ലാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി. എന്റെ മാനം കളയരുത്. നോക്കാം. അയ്യോ, ദേ അപ്പച്ചി വരുന്നു. പോ, പോ, പോ. അപ്പൊ പറഞ്ഞോലെ എന്റെ കൃഷ്ണ. പറഞ്ഞോലെ വൈകിട്ട് കാണാം. റോയിച്ച, എന്റെ കർത്താവേ, എന്നാ റോയിച്ച വന്നത്? അത് പിന്നെ കുറച്ച് ദിവസമായി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ലൂസി എവിടെ? വീട്ടിലുണ്ട്. എന്നെ മനസ്സിലായില്ലേ? ലൂസിയുടെ അമ്മയുടെ മോൾ ബെറ്റി. ഓ, മനസ്സിലായി. റൊമാനിയയിൽ വെച്ച് നിങ്ങൾ മിസ്സായതറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. ഞാനിപ്പോ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാ. റോയിച്ചിന് എങ്ങോട്ടാ? മേളിലെ ഇന്ത്യൻ റെസ്റ്റോറന്റിലേക്ക്. ഞാനും കൂടി വരാം. എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാനുണ്ട്. ആയിക്കോട്ടെ, വാ. റോയിച്ചനാണ് ഇന്ന് റെസ്റ്റോറന്റ് മുഴുവൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെ, എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാ. യു ലുക്ക് ഗ്രേറ്റ്. യു ടു. അച്ഛൻ നേരത്തെ എത്തിയോ? അമ്മാവൻ നേരത്തെ എത്തിയല്ലേ? അല്ല, ഞാൻ വരുമ്പോ മീന ബസ് കാത്ത് നിൽക്കുന്ന കണ്ടു. രാത്രി ആയതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവിടാന്ന് കരുതി. അത് പിന്നെ സരിതയുടെ അമ്മ കാറി കൊണ്ട് വിടാന്ന് പറഞ്ഞു. ഞാനാ പറഞ്ഞ വേണ്ടെന്ന്. അതെ അതെ, ഉക്കിലും ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഓ, ബർത്ത്ഡേ പാർട്ടിക്ക് നീ കൂടെ പോയിരുന്നു? അല്ല, അത് പിന്നെ മീന പറഞ്ഞു. ഞാനാ പറഞ്ഞത്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നിന്റെ ഈ പ്യൂൺ പണി കൊണ്ട് വല്ല ഗുണവും ഉണ്ടോടാ? പ്യൂൺ പണിയോ? ഷോ, ഈ അമ്മാവനോട് പറഞ്ഞു ഞാൻ തോറ്റു. ഞാനൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് അല്ലേ? എന്ത് എക്സിക്യൂട്ടീവ് ആണെങ്കിലും കിട്ടുന്ന ശമ്പളം പ്യൂണിന്റെ അല്ലേടാ. ഞാൻ നിന്റെ അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതാ, ആ ചെറിയ അമ്പലത്തിലെ ശാന്തിപ്പണി നിർത്തി രണ്ടുപേരും കൂടി ഇവിടെ വന്ന് എന്റെ പരികർമ്മിയായി നിൽക്കാൻ. കേട്ടില്ല? മാസം ഒരു 50,000 രൂപയെങ്കിലും തീർത്തു ഉണ്ടാക്കാം. പറയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല അമ്മാവ, അച്ഛൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ കാര്യം, ഞാനുടനെ എന്റെ ബോസുമായി വിദേശത്ത് പോവല്ലേ? ആരുമായി? എന്റെ ബോസുമായി.
ലോക പ്രശസ്ത സയന്റിസ്റ്റായ വില്യം ഡിസൂസാന്റെ കാര്യമാ പറഞ്ഞത്. എന്നെയും കൂടി വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ കോടീശ്വരനല്ലേ. അതൊരു നല്ല കാര്യമാണ്. വിദേശത്തൊക്കെ പോയാ നല്ല ശമ്പളവും കിട്ടും, കൂടെ അതൊരു പേരുവാകും. ആ പിന്നെ അമ്മാവാ, വിദേശത്തൊക്കെ പോയി ജോയിൻ ചെയ്തിട്ട് മതി കല്യാണമൊക്കെ. ധൃതി ഒന്നും വെക്കണ്ട. അല്ല, അതിനാര് ധൃതി വെക്കും? അല്ല, പറഞ്ഞതേ ഉള്ളൂ. 24 മണിക്കൂറും ഞാനും നിന്റെ അച്ഛനുമൊക്കെ ഭഗവത് മന്ത്രങ്ങളല്ലേ ചൊല്ലുന്നത്. നല്ലതേ വരൂ, നേരെ വേറെ ആവുന്നിരിപ്പിച്ചല്ലേ. ആ അച്ഛന്റെ കൂടെ മന്ത്രങ്ങൾ പഠിച്ചു തുടങ്ങും മുമ്പ് സിദ്ധിയും കിട്ടിയോ? ഞാൻ പുറകിൽ വന്ന കാര്യം എങ്ങനെ അറിഞ്ഞു? അതാണ് താര. നീ നിന്റെ ചുറ്റിക്കർക്കൊക്കെ നിർത്തിക്കോ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ അച്ഛനോട് പറയും. അയ്യോ ചതിക്കല്ലേ. ഞാൻ ഇനി ചേച്ചിയോട് ചോദിച്ചിട്ട് എവിടെയും പോട്ടോ. എങ്കിൽ പറ, രാജുവുമായി ഇന്ന് എവിടെയൊക്കെ കറങ്ങി? പറയാം. ഇന്നൊരു അടിപൊളി പാർട്ടിയെ മീറ്റ് ചെയ്തു. പ്രൊഫസർ വില്യം ഡിസൂസ. രാജുവിന്റെ ഫ്രണ്ടാ. അങ്ങനെ വളരെ നാള് വിദേശത്തായിരുന്നു. എന്റെ ചേച്ചി, അങ്ങേരുടെ കണ്ണില് കാന്തം പിടിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ പവർഫുൾ. നീണ്ട മൂക്ക്, നീട്ടി വളർത്തിയ മുടി. ആളെ ഒന്ന് നോക്കി നിക്കാൻ തന്നെയുണ്ട്. എങ്കിൽ അയാളെ എനിക്കും ഒന്ന് കാണണമല്ലോ. ചേച്ചി കണ്ട വീണു പോവും തീർച്ച. പിന്നെ മോളെ, വേറെ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുന്നത് നിന്റെ രാജു കേട്ടാ പിണങ്ങും പറഞ്ഞേക്കാം. രാജുവിനെ അയാളെ പുകഴ്ത്താനേ നേരമുള്ളൂ. ആ പിന്നെ ചേച്ചി, രാജുവിനെ അയാളെ വിദേശത്ത് കൊണ്ടുപോവാ. ഗുഡ്, അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. വേറെ ഒത്തിരി വിശേഷം പറയാനുണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, അപ്പോഴത്തേക്കും മോക്ക് ഞാനൊരു നല്ല ബ്രൂ കോഫി ഇട്ട് തരാം കേട്ടോ. സ്വീറ്റ്.